गुरुर्विष्णु गुरुर्देवो महेश्वरः गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम सदाशिवसमारम्भाम् शंकराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्परा। നാരദീയ ഭക്തിസൂത്രങ്ങളിൽ 34 ശ്ലോകങ്ങളാണ് കഴിഞ്ഞത്. 33-ൽ തസ്മാത് സൈവഗ്രാഹ്യ മുമുക്ഷുഭിഹി, അതുകൊണ്ട് മുക്തിപ്രദമായതുകൊണ്ട് ഭക്തി തന്നെ ഗ്രഹിക്കപ്പെടേണ്ടതാണ് മുമുക്ഷുക്കളാൽ എന്ന് പറഞ്ഞു. തുടർന്ന് 34-ാം സൂത്രം മുതൽ ഒരു പ്രകരണമാണ്. 34 മുതൽ എങ്ങനെയാണ് ഭക്തി ഉണ്ടാവുക, ഇതിനു മുമ്പ് അത് പറഞ്ഞു. നേരത്തെ തസ്യാഹ ജ്ഞാനമേവ സാധനം ഇത്യേകേ അന്യോന്യാശ്രയത്വം ഇത്യന്യേ സ്വയം ഫലരൂപത ഇതി ബ്രഹ്മകുമാരാഹ എന്നൊക്കെ പറഞ്ഞു. ഓർക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഇവിടെ എന്തൊക്കെ സാധനകളിലൂടെ ഭക്തിയെ നേടാം, ഇതാണ് വിഷയം. അതാണ് 34-ാമത്തെ സൂത്രം. അത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. തസ്യാഹ സാധനാനി ഗായന്തി ആചാര്യാഹ, ഭക്തിയുടെ സാധനങ്ങളെ ആചാര്യന്മാർ പാടിപ്പുകഴ്ത്തുന്നു. പാടുന്നു വെച്ചാൽ പറയുന്നു എന്നുള്ള അർത്ഥം എടുത്താൽ മതി. പാടുക എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായി ഉള്ളെന്ന് പുറത്തേക്ക് വരുന്നത്, സ്വാഭാവികമായി നമ്മിൽ നിന്ന് പുറത്തോട്ട് നിർഗളിക്കുകയാണ് ഗാനം ചെയ്യുക. അങ്ങനെ ആചാര്യന്മാര്, ഭക്താചാര്യന്മാര് തസ്യാഹ, അവളുടെ എന്ന് പറഞ്ഞാൽ ഭക്തിയുടെ സാധനാനി, സാധനങ്ങളെ ഗായന്തി പറയുന്നു. സാധനം എന്ന് പറഞ്ഞാൽ എന്തിനെ കൊണ്ട് സാധിപ്പിക്കുമോ അതാണ് സാധനം. നപുംസകലിംഗത്തിൽ സാധനം എന്നും സ്ത്രീലിംഗത്തിൽ സാധന എന്നും. സാധാരണ നമ്മൾ അധികം ഉപയോഗിക്കാറ് സ്ത്രീലിംഗമാണ്. സാധ്യതേ അനയ ഇതി സാധന, എന്തിനെ കൊണ്ട് സാധിപ്പിക്കുമോ അത് സാധന. നപുംസകലിംഗത്തിൽ സാധ്യതേ അനേന ഇതി സാധനം, എന്തിനെ കൊണ്ട് സാധിപ്പിക്കുന്നുവോ അത് സാധനം. അപ്പൊ എന്തുകൊണ്ടാണ് ഭക്തി സാധിപ്പിക്കപ്പെടുന്നത്, എങ്ങനെ ഭക്തിയെ സാധിക്കാം, അത് ആചാര്യന്മാര് പാടുന്നു. എന്തൊക്കെയാണ്? ഒന്നാമത് പറയുന്നത് തത്തു വിഷയത്യാഗാത് സംഗത്യാഗാത് ച. തത്തു അതാകട്ടെ, തത് തു അതാകട്ടെ. അത് എന്നിവിടെ നപുംസകലിംഗത്തിൽ പറഞ്ഞത് സാധനം എന്ന് നപുംസകലിംഗത്തിൽ പറഞ്ഞുകൊണ്ടാണ്, സാധനാനി എന്ന് പറഞ്ഞുകൊണ്ടാണ്. തത്തു അതാകട്ടെ, വിഷയത്യാഗാത് സംഗത്യാഗാത് ച. വിഷയത്യാഗം കൊണ്ടും സംഗത്യാഗം കൊണ്ടും. ഇവിടെ നല്ലപോലെ ശ്രദ്ധിക്കേണ്ടുന്നതാണ്. കാരണം ആദ്യം പറയുന്നത് വിഷയത്യാഗമാണ്. ഇപ്പൊ സാമാന്യമായിട്ട് വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ശബ്ദ സ്പർശ രൂപ രസ ഗന്ധങ്ങളാണ്. ശബ്ദം ചെവി കൊണ്ട് കേൾക്കുന്നത്, സ്പർശം ത്വക്കുകൊണ്ട് അറിയുന്നത്, രൂപം കണ്ണുകൊണ്ട് അറിയുന്നത്, രസം നാവ് കൊണ്ട് അറിയുന്നത്, ഗന്ധം മൂക്ക് കൊണ്ട് അറിയുന്നത്. ഇതാണ് സാമാന്യമായ 5 വിഷയങ്ങൾ. അപ്പൊ വിഷയത്തെ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ സാധിക്കുക?
ഇവയില്ലാത്ത ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ഇവയില്ലാത്ത ലോകം ഉണ്ടോ? ഇല്ല. ലോകമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചേർന്നതാ. അപ്പൊ എങ്ങനെ ഇവയെ ത്യജിക്കുക? എന്താ വിഷയത്തെ ത്യജിക്കുക എന്ന് പറഞ്ഞ അർത്ഥം? നമ്മൾ പലപ്പോഴും ഞാൻ വിഷയത്തൊക്കെ ത്യജിച്ചു എന്നൊക്കെ പറയാറുണ്ട്. വിഷയത്തെ ത്യജിക്കുന്നവർ എന്നൊക്കെ പറയാറുണ്ട്. എന്താണ് വിഷയത്തെ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ? ഇവയെ ത്യജിക്കാൻ നമുക്ക് സാധ്യമാണോ? ഒരാൾ പറഞ്ഞു, സ്വാമി, ഞാൻ ഈ ലൗകിക ജീവിതമൊക്കെ ഉപേക്ഷിച്ച് സന്യസിക്കാൻ വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സ്ഥലം തെറ്റിപ്പോയി. കാരണം ഞാൻ ലൗകികനാ. ഈ ലോകത്തിലെ വെള്ളമാണ് കുടിക്കുന്നത്, ഈ ലോകത്തിലെ വായുവാണ് ശ്വസിക്കുന്നത്, എല്ലാം ഈ ലോകത്തിലാ. സ്പർശിക്കുന്നത് ഈ ലോകത്തെയാ, കേൾക്കുന്നത് ഈ ലോകത്തിലാ, കാണുന്നത് ഈ ലോകത്തിലാ. എന്താണ് അതിന്റെ അർത്ഥം? ലോകത്തിൽ ഇരിക്കുന്ന ആളെ എങ്ങനെ ലൗകികം ഉപേക്ഷിക്കും? ഇവിടെ മറുപടി, ശബ്ദസ്പർശ രൂപരസങ്ങള് ഒരിക്കലും ഇല്ലാതാകുന്നില്ല. അവയുടെ മധ്യേ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് അഥവാ ജീവിക്കേണ്ടത്. എന്നാൽ ഏതെങ്കിലും ഒന്നിനെ നമ്മൾ സങ്കല്പം കൊണ്ട് വിഷയമാക്കുമ്പോഴാണ് അത് നമ്മളെ വിഷയമാകുന്നത്. സങ്കല്പം കൊണ്ട് വിഷയീകരിക്കുമ്പോൾ അത് വിഷയമായി. സങ്കല്പം കൊണ്ട് ഒന്നിനെ വിഷയീകരിക്കാതിരുന്നാൽ അതെങ്ങനെ നമ്മുടെ വിഷയമാവും? വിഷയങ്ങളുടെ മധ്യേ ജീവിക്കുന്ന നമ്മൾ ഏതിനെയാണോ സങ്കല്പത്തെ കൊണ്ട് എൻ്റെ എന്ന് ചേർക്കുന്നത്, അതാണ് നമ്മുടെ വിഷയമാകുന്നത്. അതാണ് നമ്മളെ ആകർഷിക്കുന്നത്, അതാണ് നമ്മളെ വികർഷിക്കുന്നത്. ആകർഷിക്കുന്ന പോലെ തന്നെ വികർഷണത്തെയും ചിന്തിക്കണം. കാരണം ഒരു വിഷയം നമ്മുടെ ഉള്ളിലാവുകയും നമ്മൾ അതിനോട് ചേർന്നിരിക്കുകയും ചെയ്യുന്നതാണ് സംഘം, വിഷയസംഘം. ഇപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്ന വിഷയത്തെക്കാൾ കൂടുതൽ നമ്മൾ സംഘം ചെയ്യുന്നത് പലപ്പോഴും ഇഷ്ടപ്പെടാത്തതിനെന്ന് പറഞ്ഞാൽ പോരാ, അകറ്റാൻ ആഗ്രഹിക്കുന്നതിനെ ആയിരിക്കും. എന്താ അഭിപ്രായം? പ്രിയപ്പെട്ടവരെയാണോ ഏറെ ഓർമ്മിക്കാറ്, അല്ല ശത്രുക്കളെയാണോ ഏറെ ഓർമ്മിക്കാറ്? പ്രിയപ്പെട്ടവരെ വല്ലപ്പോഴൊക്കെ ഓർമ്മിക്കല്ലാണ്ട് എപ്പോഴും ഓർമ്മിക്കൊന്നുമില്ല. ശത്രുക്കളെ അതല്ല, ശത്രുക്കളെ എപ്പോഴും ഓർമ്മിക്കും, എപ്പോഴും ജാഗ്രതയായിരിക്കും അയാളെക്കുറിച്ച്. അപ്പൊ ഒരു വിഷയം എന്തോ ആയിക്കോട്ടെ, ശബ്ദ സ്പർശ രൂപ രസഗന്ധം എന്തോ ആവട്ടെ, നമ്മൾ നമ്മളെ മനസ്സിനെ കൊണ്ട് നമ്മുടെ സങ്കല്പങ്ങളെ കൊണ്ട് വിഷയീകരിക്കുമ്പോഴാണ് അത് വിഷയമാകുന്നത്, അല്ലാത്ത പക്ഷം ആകുന്നില്ല. ആ വിഷയത്തെ ത്യജിക്കുന്നതിനെയാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാണ് ത്യജിക്കപ്പെടുന്നതാവുന്നത്? ഒന്ന്, അപ്രസക്തമാകുമ്പോഴേ അത് ത്യജിക്കപ്പെട്ടതാകും. അല്ലാച്ച നമുക്ക് ഞാൻ അതിനെ ഉപേക്ഷിച്ചു ഇതിനെ ഉപേക്ഷിച്ചു എന്നൊക്കെ പറയാം. അത് പറച്ചില് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തിനെ ഉപേക്ഷിച്ചു എന്ന് നമ്മൾ പറയുന്നു, അതായിരിക്കും ഏറ്റവും അധികം നമ്മുടെ കൂടെ ഉണ്ടാവുക. അപ്പോൾ ഒന്ന് ത്യജിക്കപ്പെടുന്നത് അത് അപ്രസക്തമാകുമ്പോഴാണ്. വ്യക്തമാണല്ലോ ആശയം? ഇല്ല, ഒന്ന് ത്യജിക്കപ്പെടുന്നത് അപ്രസക്തമാകുമ്പോഴാണ്. അല്ലാണ്ട് എങ്ങനെ ത്യജിക്കപ്പെടുക? അത് അപ്രസക്തമാകുന്നതോ അതിനേക്കാൾ ഉപരിയുള്ള ഒന്നിൽ തീർത്തും നമ്മുടെ മനസ്സ് ചേരുമ്പോഴാണ്. പലവിധ കളിക്കോപ്പുകൾ ഉപയോഗിച്ച് കളിക്കുന്ന കുഞ്ഞ് അമ്മയെ കാണണം, അമ്മയെ നേടണം, അമ്മയുടെ അമ്മിഞ്ഞപ്പാല് കുടിക്കണം എന്ന് ഇച്ഛ വന്നപ്പോ അമ്മയെ വിളിച്ചു. അമ്മ മറ്റു പല പണികളും അമ്മയ്ക്ക് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തൽക്കാലം കുഞ്ഞിനെ എടുക്കാനും ഒന്നും വയ്യ. അപ്പൊ എന്ത് ചെയ്തു? പുതിയൊരു കളിക്കോപ്പ് അങ്ങോട്ട് കൊടുത്തു. ഉടനെ കുഞ്ഞിന് സന്തോഷമായി, ഈ കളിക്കോപ്പ് വെച്ച് കളിക്കാൻ തുടങ്ങി. അപ്പൊ പുതിയ കളിക്കോപ്പ് കിട്ടിയപ്പോ പഴയത് വേണ്ട. ശരിയല്ലേ? അങ്ങനെയല്ലേ? എല്ലാം അങ്ങനെ തന്നെയാ. പുതിയ ഗെയിമായിട്ടുള്ളൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ പഴയത് വേണ്ട. പുതിയ ആളെ കിട്ടി പഴയ ആളെ വേണ്ട. അങ്ങനെയല്ലേ ലോക സ്വഭാവ? ശരിയല്ല? അഭിപ്രായം? അതെ, പുതിയ ഒന്നിനെ കിട്ടിയപ്പോ പഴയത് വേണ്ട. കുറച്ചു നേരം കഴിഞ്ഞു കുഞ്ഞ് വീണ്ടും കരഞ്ഞു. അപ്പൊ അമ്മ പുതിയൊരു കളിക്കോപ്പും കൂടിയും കൊടുത്തു. അപ്പൊ കുഞ്ഞിന് സന്തോഷമായി. എന്നാൽ ഒരു 2-3 പ്രാവശ്യം കഴിഞ്ഞാൽ കുഞ്ഞിന് അമ്മയെ കിട്ടിയേ മതിയാവും. ഇപ്പോ അമ്മ ഒരു കളിക്കോപ്പ് കൊടുത്താൽ ചിലപ്പോ ആ കുഞ്ഞ് ആ കളിക്കോപ്പ് എടുത്തിട്ട് അമ്മയെ എറിഞ്ഞു എന്ന് വരും. ഇല്ലേ? എന്താ അഭിപ്രായം? കാരണം ഇപ്പൊ അമ്മയാ വേണ്ടത്. ഇപ്പൊ മറ്റൊന്നും വേണ്ട, മറ്റെല്ലാം പ്രസക്തായി, എല്ലാം പ്രസക്തായി.
ഇനി അമ്മ മാത്രം, വേറെ ഒന്നും വേണ്ട. ചിന്തിക്കുക. ഒരാള് ഒരു പെട്ടിയില് അയാൾക്ക് 1 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. 100 ലക്ഷം രൂപ ഒരു പെട്ടിയിൽ അത് എടുത്ത് പോവുകയാണ്, യാത്ര ചെയ്യുന്നു. യാത്രയിൽ അയാൾ സഞ്ചരിച്ച വാഹനം പാലത്തുനിന്ന് താഴെ കായലിൽ വീണു. അയാളും ഈ 100 ലക്ഷം രൂപയുടെ ബാഗും ഉണ്ട്. 100 ലക്ഷം രൂപയാ, 1ഉം 2ഉം അല്ല. അത് സംരക്ഷിക്കാൻ അയാളെ മുറുക്കി പിടിക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞു, ഒരല്പം ശ്വാസം കിട്ടുന്നില്ല. ഹൗ വയ്യ, ഒന്ന് ആലോചിച്ച് നോക്കൂ. വെള്ളത്തിന്റെ ഉള്ളിൽ ശ്വാസം മുട്ടണമെന്ന് ആലോചിച്ച് നോക്കൂ. ഓരോരുത്തർ ആലോചിക്കുമ്പോ തന്നെ വയ്യ അല്ലേ? വെറുതെ ഇത് കേൾക്കണുള്ളൂ ചിലപ്പോൾ ഒരു പ്രശ്നമില്ല. നമ്മൾ ആ ഒരു അവസ്ഥ നമ്മളിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് നോക്കൂ. ശ്വാസം മുട്ടുക പറയുമ്പോ തന്നെ ഇല്ലേ? ആ ഇനി ബാഗാണോ പിടിക്കുക, ശ്വാസമാണോ? എന്താണ്? ഒരല്പ ശ്വാസം കിട്ടിയാൽ മതി, ജീവൻ എന്നാലേ നിലനിൽക്കൂ. ഈ സമയത്ത് ആള് ബാഗ് വിടുകയില്ലയോ? എന്താ അഭിപ്രായം? ബാഗ് വിട്ടിരിക്കും. എന്തൊരു കോടി രൂപ, അതൊക്കെ പിന്നല്ലേ. ആദ്യം വേണ്ടത് ഒരല്പം, ഒരു നായ പൈസയും വേണ്ടാത്ത ഒരല്പം ശ്വാസമാണ് വേണ്ടത്. അതിന് നായ പൈസയും വേണ്ട, വെറുതെ കിട്ടുന്ന വസ്തുവാ. ഇപ്പൊ അതാ വേണ്ടത്, ശരിയല്ലേ? അവിടെ 1 കോടി ഉപേക്ഷിച്ചു നായ പൈസ വിലയില്ലാത്ത ഈ വായുവിന് വേണ്ടിയിട്ട്. കാരണം ഇതാണിപ്പോ മൂല്യവത്ത്. അവിടെ അത് അപ്രസക്തമായി. ഈശ്വര പ്രേമത്തിൽ, പരമമായ ഈശ്വര പ്രേമത്തിൽ മറ്റെല്ലാം അപ്രസക്തമാകുന്നു. ഇന്നലെ വരെ എന്തെല്ലാം നമ്മളെ ആകർഷിച്ചിരുന്നോ അതെല്ലാം അപ്രസക്തായി. വിഷയത്യാഗ. ഇങ്ങനെ വിഷയത്തെ ത്യജിക്കുന്നതിലൂടെ പരമമായ ഭക്തി ഉണ്ടാവും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പരമമായ ഭക്തി ഉണ്ടാവുമ്പോ എല്ലാ വിഷയങ്ങളും ത്യജിക്കപ്പെട്ടതാകും. ഇത് അപ്രസക്തമാവുകയല്ലാതെ ത്യജിക്കാൻ ഒരു വഴിയില്ല. ഒന്ന് അപ്രസക്തമാകുന്നത് മാത്രമാണ് ത്യജിക്കൽ, അല്ലാണ്ടൊരു ത്യജിക്കലില്ല. അതുപോലെയാണ് സംഘത്യാഗാത്. സംഘത്യാഗം കൊണ്ടും, സംഘം എന്ന് പറഞ്ഞാൽ ചർച്ചയാണ്. വിവിധ വിഷയങ്ങളുമായുള്ള ചർച്ച, സ്ഥാനമാനങ്ങളുമായുള്ള ചർച്ച, ജനങ്ങളുമായിട്ടുള്ള ചർച്ച, ഇങ്ങനെ എണ്ണമറ്റ സംഘങ്ങളുടെ, ഓരോരുത്തർക്ക് എന്താ സംഘം നമുക്ക് പറയാൻ പറ്റില്ല. വിഭിന്നങ്ങളായ സംഘങ്ങളുണ്ട്. പലതിനോട് നമ്മൾ ശക്തിയുള്ളതാകും, ആസക്തി പൂണ്ട് കഴിയുന്നു. അതിൻ്റെയൊക്കെ മൂലമായിട്ടുള്ള സ്വഭാവം ഇതെന്റെ 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 എന്നുള്ളതാണ്. ഇതെന്റെതാണ്, ഇതെന്റെതാണ്. എന്തിനോടൊക്കെയാ സംഘം വരുന്നേ? എന്തിനോടാന്ന് പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരെ സംബന്ധിച്ചും പോരാ, ഓരോ സാഹചര്യത്തിലും ഭിന്നമാണ്. ഓരോ സാഹചര്യത്തിലും ഭിന്നമാണ്. സംഘം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത സംഘങ്ങളുണ്ട്. നമുക്ക് ചിലപ്പോൾ തമാശ തോന്നും, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ പുച്ഛിച്ചു എന്ന് വരും, അല്ലെങ്കിൽ കളിയാക്കി എന്ന് വരും. നമ്മളൊരു ആളെ ഓർമ്മിക്കുകയാണ്, ഇയാളുടെ വളരെ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാണ്, അതുപോലെ സമൂഹത്തിൽ അങ്ങനത്തെ ഒരു തൊഴിലെല്ലാം ചെയ്യുന്ന ആളാണ്, സാമ്പത്തികമായിട്ട് നല്ല സുസ്ഥിതിയുള്ള ആളാണ്. പക്ഷെ ഇയാളുടെ ദൗർബല്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ചെരുപ്പ് കണ്ടാൽ മുമ്പ് മോഷ്ടിച്ചിരിക്കും. മോഷ്ടിക്കല്ല, എന്നിട്ട് അത് കിടക്കയിൽ കൊണ്ട വെക്കുക, അതിനെ കെട്ടിപ്പിടിച്ച് കിടക്കുക, അത് കെടുത്ത് കിടക്കുക. ഞാൻ പിന്നെ മനസ്സിലാക്കിയപ്പോൾ അതൊരു മാനസിക രോഗങ്ങളുടെ ഒരു വിഭാഗമാണ്. ആദ്യം ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു മാനസിക വിഭ്രാന്തി. ഇത് പൊതുവായിട്ടുള്ള രോഗമാണ് അത്രേ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ നാട്ടിൽ മുഴുവൻ നടക്കുന്ന ഇയാള് പാവം 10 പ്രാവശ്യം കാല് കഴുകിയിട്ടേ അകത്ത് കയറുള്ളൂ, വൃത്തിയാക്കി, നല്ല വൃത്തിയും വെടിപ്പുള്ള ആളാ. പക്ഷേ ഇയാൾക്ക് സ്ത്രീകളോടല്ല, സ്ത്രീകളുടെ ചെരുപ്പിനോടാണ് സംഘം. ഒന്നേ മോഷ്ടിക്കുള്ളൂ, രണ്ടും മോഷ്ടിക്കില്ല.
അപ്പൊ എവിടെയെങ്കിലൊക്കെ സ്ത്രീകൾ ചെരുപ്പഴിച്ചു വെച്ചാൽ ഒന്നേ അവിടെ ബാക്കി ഉണ്ടാവുള്ളൂ, ഒന്ന് ഇയാൾ കടത്തിയിട്ടുണ്ട്. ഒരു ബാഗിൽ വെച്ച് കൊണ്ടുപോയി വീട്ടിൽ ഇയാൾ കിടക്കുന്ന അടുത്ത് വെച്ച് കിടക്കയിൽ വെച്ചിട്ട്. നമ്മളെ കുറ്റം പറയാൻ എളുപ്പം കഴിയും കേട്ടോ, കുറ്റം പറയരുത് ഒരിക്കലും. കാരണം മാനസികമായൊരു പ്രശ്നമാണ്, ഒരു രോഗമാണ്. അതുകൊണ്ട് അവരുടെ സ്നേഹത്തോടെ സഹാനുഭൂതിയോടെയാണ് നമ്മൾ സമീപിക്കേണ്ടത്. അപ്പൊ എന്തിനോടാ സംഘം വരിക എന്ന് ആർക്കും പറയാൻ വയ്യ. പലതിനോട് നമുക്ക് സംഘം വരാം, പലതിനോട്. അതിൻ്റെ ഒരു എക്സ്ട്രീമായിട്ട് ഉദാഹരണം ഇപ്പൊ പറഞ്ഞത്. എന്തിനോടൊക്കെയാണ് നമുക്ക് സംഘം വരാത്തത് എന്ന് ആലോചിച്ചാൽ മതി. ഇപ്പൊ ഇവിടെ നിന്ന് ഇരുന്ന് കുറച്ചു നേരം കഴിഞ്ഞു അത്യാവശ്യമായിട്ട് മൂത്രമൊഴിക്കണം തോന്നിയ ഒരാൾ പോയി താഴെ പോയി പ്രയോഗമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ആ കസേരയിൽ വേറെ ആൾ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്ത് വേറെ ഒഴിഞ്ഞെടുത്ത് ഇരുന്നാ പോരെ. എന്റെ കസേരയിൽ ആരായിരുന്ന അങ്ങനെ എന്റെ കസേര ഉണ്ടോ? ഇല്ലല്ലോ. ഇവിടെ കുറെ സീറ്റുണ്ട്, ഒഴിവുള്ളടുത്ത് ഇരിക്കാം, അത്രയേ ഉള്ളൂ. പക്ഷെ അറിയാതെ തോന്നിപ്പോ. എന്തിനോട് എങ്ങനെയാ സംഘം തോന്നാന്ന് പറയാൻ വയ്യ. നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇവിടുന്ന് നിലമ്പൂരേക്ക് ക്ലാസ്സിന് പോവുമായിരുന്നു. മഞ്ചേരി ബസ് സ്റ്റാൻഡില് ബസ്സിന്റെ പുറത്തുനിന്ന് ഒരാള് സീറ്റിലേക്ക് കൊടയിട്ടു. കുറച്ചു നേരം കഴിഞ്ഞ് അതേ സീറ്റിലേക്ക് പുറത്തുനിന്ന് വേറൊരാളും കൊടയിട്ടു. രണ്ടുപേരും സീറ്റ് കാണുന്നില്ല, പുറമേ നിന്ന് ഇങ്ങനെ ഇടുകയാണ്. എന്താ ഇതിന്റെ അർത്ഥം? അവരുടെ കൊട നഷ്ടപ്പെട്ടു എന്നാണോ സീറ്റ് ബുക്ക് ചെയ്തു എന്നാണോ അറിയില്ല. കുട നഷ്ടപ്പെട്ടു എന്നാണോ സീറ്റ് ബുക്ക് ചെയ്തോന്നാണോ അർത്ഥം അറിയില്ല. ബാക്കി ആൾക്കാരൊക്കെ കയറിയിരുന്ന എവര് വന്നില്ല, സീറ്റ് ബുക്ക് ചെയ്തല്ലേ, എന്താ പ്രശ്നം? ബസ് പോവാൻ നേരത്താണ് രണ്ടാളും വരുന്നത്. രണ്ടാളും എന്റെ സീറ്റാ പ്രശ്നമായി. രണ്ടാളും നല്ല ലഹളയായി. ഇതൊക്കെ കണ്ട് ചിരിക്കല്ലാണ്ട് എന്താ ചെയ്യുക? ഈ 70 കഴിഞ്ഞ 2 കൊച്ചു കുട്ടികളും ഈ കൊടയെടുത്ത് പരസ്പരം അടിക്കാനുള്ള പുറപ്പാടാ. കണ്ടക്ടർ 2 ആളെ പിടിച്ചിറക്കി. നിങ്ങളെ തല്ല് ബസ് സ്റ്റാൻഡിൽ നിന്ന് ചെയ്തോളൂ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വേണ്ട. 2 ആളെയും പിടിച്ചിറക്കി. 2 സീറ്റ് അടക്കമില്ല, യാത്രയില്ല, വേറെ ബസ്സിന് പോണേ. എന്നാലോചിച്ചോ, ഇത് കഥയാന്ന് വിചാരിക്കരുത്. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ഒരർത്ഥവുമില്ലാത്ത എന്തെല്ലാം സംഘങ്ങളെയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംഘങ്ങൾക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോന്ന് ആലോചിച്ചു. എനിക്ക് കൂടുതൽ പറയണം തോന്നുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ സ്വാമി കുടുംബം കലക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു വരെ പറഞ്ഞു എന്ന് വരും. കാരണം എന്റെ കുട്ടി, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, ഇങ്ങനെ എന്റെകളെ കൊണ്ട് കെട്ടിവെച്ച ലോകത്തിലാണ് നമ്മൾ കഴിയുന്നത്. എന്റെ ഗുരു, എന്റെ ശിഷ്യൻ. ആലോചിച്ചോ, എന്താ എന്റെ ഉള്ള അറിയാത്തോണ്ടാ? എന്തിനാ എന്റേന്ന് പറയുക? കഴിഞ്ഞ ദിവസം ഒരു അച്ഛനും അമ്മയും ഒരു കുറെ പ്രായമുള്ള ഒരു പുരുഷനും സ്ത്രീയും ആശ്രമത്തിൽ വന്നു. 2-3 ദിവസമായിട്ടേ ഉള്ളൂ. അവര് വിവാഹം കഴിച്ച് കുറേ കൊല്ലങ്ങളായി, കുട്ടികളൊന്നുമില്ല. മാത്രമല്ല വിവാഹം വൈകിട്ടാ കഴിച്ചത്, വളരെ വൈകിട്ടാ വിവാഹം കഴിച്ചത്. ഇപ്പൊ അവർക്ക് അദ്ദേഹത്തിന് 65ഓളായി, അവർക്കൊരു 50-ന് മുകളിൽ അവർക്കും ഉണ്ട് പ്രായം. ഇപ്പൊ അവർക്ക് കുട്ടികളെ ആരെങ്കിലും ദത്തെടുത്താൽ തിരക്കേട്. അപ്പൊ നിയമം അനുസരിച്ച് കുട്ടികളെ കിട്ടില്ല, കുട്ടികളെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് 60 വയസ്സ് കഴിഞ്ഞു, അവർക്ക് 50 വയസ്സ് കഴിഞ്ഞു. നിയമം അനുസരിച്ച് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോ ഒരു 18 വയസ്സ് കഴിഞ്ഞ ഒരാളെ എടുത്ത എന്താ സ്വാമി അഭിപ്രായം? ഞാൻ പറഞ്ഞു, എനിക്ക് നല്ല അഭിപ്രായം, എന്നെ എടുത്തോളൂ, എന്നെ നിങ്ങളെ കുട്ടിയായിട്ട് എടുത്തോളൂ. എന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ലാളിക്കാം, ഞാൻ അസലായി കുട്ടിയെ അഭിനയിച്ചു തരാം. പക്ഷെ ഒരാഴ്ച കൊണ്ട് ഞാൻ നിങ്ങളെ 2 ആളെയും തട്ടും. നിങ്ങളെ 2 ആളെയും ഞാൻ തട്ടും, കാരണം നല്ല സ്വത്തുണ്ട്. സ്വാമി സ്വത്ത് തട്ടാൻ വേണ്ടി ആളെ കൊല്ലുക? അതിനുവേണ്ടി അല്ല അവരോട് പറഞ്ഞത്, മറിച്ച് അവരെ കൊണ്ട് ചിന്തിപ്പിക്കാനാണ്. എനിക്ക് അവരുടെ സ്വത്ത് എന്തിനാ, അവരെ ഞാൻ തട്ടണോ? എന്താ സ്വാമി അങ്ങനെ പറഞ്ഞേ? 18 വയസ്സ് കഴിഞ്ഞ് ആരാ എന്താന്ന് നിനക്കറിയോ? ഏത് സ്വഭാവമാണെന്നറിയോ? എങ്ങനെയുള്ള ആളാണെന്നറിയോ? ഒരു കൊച്ചു കുഞ്ഞിന് ജീവിതം കൊടുക്കുന്നത് നല്ലത്. ഇല്ലെങ്കിൽ എന്റെ മോൻ എന്ന് പറയാതെ ഈ ലോകത്തിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങളൊരു 10 കുട്ടികളെ പഠിപ്പിക്കൂ, ദാരിദ്ര്യം അനുഭവിക്കുന്ന 10 കുട്ടികളെ പഠിപ്പിക്കൂ, അവരുടെ ഫീസ് നിങ്ങൾ കൊടുക്കൂ.
എന്റെ പറഞ്ഞ് ലാളിക്കണം എന്തിനാ? എന്റെ പറഞ്ഞെടുത്ത വിനയാവും, ഉറപ്പാണ്. ആത്മഹത്യ ചെയ്യേണ്ടി വരും. അവൻ നിങ്ങളെ തട്ടി അവൻ നിങ്ങളെ സ്വത്ത് കൊണ്ട് അവൻ പോവും, അല്ലെങ്കിൽ അവള് പോവും, ഉറപ്പാണ്. നേരെ മറിച്ച് അവർക്ക് എത്ര പേരെ പഠിപ്പിക്കാം, എന്തൊക്കെ നല്ല കാര്യം ലോകത്തിൽ ചെയ്യാം. പക്ഷെ മനുഷ്യന് എന്റെ എന്ന് പറയാ എന്തോ ഒരു ആഗ്രഹം. ആ പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി, ഞങ്ങൾ എന്തായാലും എല്ലാം പിന്തിരിയാണ്. ഞാൻ പിന്തിരിഞ്ഞാൽ പോരാ, പകരം നിങ്ങൾ നിശ്ചിത വരുമാനത്തിന്റെ നിശ്ചിത പങ്ക് കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഉപയോഗിക്കണം. ഇത്ര കുട്ടികളുടെ ഫീസ് നിങ്ങൾ കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് പുസ്തകം വാങ്ങിക്കൊടുക്കും, അവർക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കും. ഏതായാലും അവർ പോയിട്ടുണ്ട്, എന്താ ചെയ്യാന്നൊന്നും നമുക്കറിയില്ല. ചിലപ്പോ ചിലരെങ്കിലും പറഞ്ഞേക്കാം, സ്വാമി ഒരു സ്ത്രീയുടെ എന്റെ കുഞ്ഞെന്ന് പറഞ്ഞ് ലാളിക്കാനുള്ള ആ ഒരു ത്വര സ്വാമിക്ക് അറിയില്ല, അതുകൊണ്ടാണെന്ന്. അപ്പൊ 18 വയസ്സ് കഴിഞ്ഞവനെയല്ലേ ലാളിക്കുന്നത്? അതെന്തായാലും പറ്റില്ലല്ലോ. കൊച്ചു കുഞ്ഞാണെങ്കിൽ നമുക്കത് അങ്ങനെ മനസ്സിലാക്കാം, ഒരു മനഃശാസ്ത്രപരമായിട്ട് മനസ്സിലാക്കാം. ഇത് ഇത്ര മാത്രമല്ല, എന്റെ പറയാൻ ഒരാൾ വേണം. എന്തിനാ അത്? എന്താ എന്തേ? നമുക്ക് ഈ ശരീരത്തിൽ എന്റെ എന്ന് പറയാൻ വേറെ എത്ര പേർക്കുണ്ട് ഈ കൂട്ടത്തിൽ? 100%. ഇതെന്റെ ദേഹമാണ്. എത്ര പേർക്ക് പറയാൻ അധികാരമുണ്ടോ എന്ന് പറയൂ. ആർക്കെങ്കിലും പറയാൻ അധികാരം ഉണ്ടെങ്കിലെന്ന് പറയാ, ഇതെന്റെ ദേഹമാണ്. ഞാൻ ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുക, നാളെ ഇപ്പൊ എന്താ ചെയ്യണ്ടു. കാരണം രാവിലെ എറണാകുളത്ത് പോകണം, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ചെന്നൈയിൽ പോകണം, മറ്റന്നാൾ രാവിലെ കാഞ്ചീപുരം പോകണം. അപ്പൊ ഒട്ടും വയ്യ, നല്ല ക്ഷീണമുണ്ട്. ഇതിപ്പോ ഉച്ചയ്ക്ക് ഞാൻ ആത്മാവിനെ അവിടെ വന്നപ്പോ പറഞ്ഞു, ഒന്നൊന്ന് ഒഴിവായിക്കൂടെ? അപ്പോ അയ്യോ സ്വാമി ഒരുപാട് അറിയിച്ചത്, ആൾക്കാരൊക്കെ അറിയിച്ചത്, അതാ ശരി ഞാൻ വന്നിട്ട് മടക്കാം. അങ്ങനെയപ്പോ വന്നത്. എന്തേ കാരണം? നമുക്ക് എന്താ പറ്റിയേ? ഒന്നും പറ്റിയതല്ല. കഴിഞ്ഞ ഒരു ആഴ്ചയായിട്ട് ഒട്ടും വിശ്രമം കൊടുക്കാതെ അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടോ അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടോ, അതിലിടയ്ക്ക് 2-3 പ്രസംഗവും. അതുകൊണ്ടുള്ള ക്ഷീണാണ്, വേറെ ഒന്നുമല്ല. അപ്പൊ എനിക്ക് പൂർണ്ണമായിട്ട് എന്റെ ദേഹം എന്ന് പറയാൻ അധികാരമുണ്ടോ? എന്റെ ക്ഷീണം വരാൻ പാടുണ്ടോ? നമുക്ക് ആർക്കെങ്കിലും മരണം വേണമെന്ന് ആഗ്രഹമുണ്ടോ? വേറുണ്ടെങ്കിൽ പറയാം. ഇല്ല. മരണം വരുന്നില്ലേ? സുഖം വേണമെന്ന് ആഗ്രഹം ഇല്ലേ? എപ്പോഴും സുഖം വരുന്നുണ്ടോ? ഇല്ല. രോഗങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആർക്കാ രോഗം വരാത്ത? എല്ലാവർക്കും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നത് വരണമില്ല, ആഗ്രഹിക്കാത്തത് വരണമുണ്ട്. പിന്നെ ഇത് എന്താന്ന് പറയുന്നത് എന്തർത്ഥമുള്ള? കാരണം എൻ്റെ വന്ന് പൂർണ്ണമായ ഉടമസ്ഥത നമുക്ക് വേണമെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണം. അങ്ങനെ സംഭവം ഇല്ല. ഒരു ട്രസ്റ്റ് ഫോം ചെയ്യുമ്പോൾ അതിന്റെ ഫൗണ്ടർ ട്രസ്റ്റി ചില നിയമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. ആ നിയമം അനുസരിച്ച് നടത്തി കൊണ്ടുപോകാൻ മാത്രമേ മറ്റു ട്രസ്റ്റിമാർക്ക് അധികാരമുള്ളൂ. അല്ലാണ്ട് അധികാരമില്ല. വെറുതെ വിചാരിക്കാറുണ്ടോന്ന് ഇല്ല. കോടതി പോയാൽ തള്ളിപ്പോവും. ഫൗണ്ടർ ട്രസ്റ്റി എഴുതി വെച്ചത് മാത്രമേ പാലിക്കാൻ പറ്റൂ. ഇതുപോലെ ഈ ശരീരത്തിന്റെ ഫൗണ്ടർ ഇത്ര വെള്ളം കുടിച്ചോളൂ, ഇത്ര മണിക്കൂർ ഉറങ്ങിക്കോളൂ, ഇന്ന പോലെ പണിയെടുത്തോളൂ എന്ന് ഒരു നിയമവ്യവസ്ഥയുണ്ട്. അതിനനുസരിച്ച് ഇതിനെ പരിപാലിക്കാൻ അല്ലാതെ നമുക്ക് സാധിക്കുമോ? എന്താ അഭിപ്രായം? ഇല്ല. കുറച്ച് കൂട്ടുകൾ കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇപ്പോ 3 ലിറ്റർ വെള്ളം കുടിച്ചോളൂ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 3.5 ആക്കാം, 2 ആക്കാം. അല്ലെങ്കിൽ ഒരു 1 കിലോഗ്രാം ഭക്ഷണം ഒരു ദിവസം കഴിച്ചോളൂ, മൊത്താട്ടോ പറയണത്, ഒരു നേരം അല്ലാട്ടോ എന്ന കണക്കുണ്ടെങ്കിൽ നമുക്കതൊരു 500 ആക്കാം, 1500 ആക്കാം. അല്ലാണ്ട് 3 ആക്കാൻ പറ്റുമോ? 3-4 കഴിക്കുന്ന ആൾക്കാരുണ്ട്, അത് വേറെ വിഷയം. അവർ നമ്മൾ കളിയാക്കരുത്. കാരണം ശാരീരികമായ പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ട്. ആശ്രമത്തിന്റെ ഒരു സ്വാമി വന്നത് ഓർമ്മിക്കുക. അദ്ദേഹം ഒരു 10, 30, 40 ദോശയൊക്കെ ഒറ്റ ഇരിപ്പിന് കഴിക്കും. ഒരു ബക്കറ്റ് 2 ബക്കറ്റ് കറിയൊക്കെ കഴിക്കും. അത് കഴിഞ്ഞ് നേരെ അപ്പുറത്ത് പോയിട്ട് അവിടുന്നും കഴിക്കും. അത് കഴിഞ്ഞ് അപ്പുറത്ത് പോയി അവിടുന്നും കഴിക്കും. ഇതൊക്കെ കഴിച്ചാൽ അദ്ദേഹത്തിന്റെ വയറ് ഉള്ളോണ്ടിരിക്കുകയും ചെയ്യും. ഞങ്ങളൊക്കെ ടാർസൻ എന്ന് വിളിക്കുന്ന ഒരാളുണ്ട് ആശ്രമത്തിനടുത്ത്, ഇപ്പോഴും ഉണ്ട്. മറ്റേ സ്വാമിയാരിപ്പോ ഇല്ല കേട്ടോ. ഇതേ ഒരു 10-20 പൊറോട്ടയൊക്കെ ഒറ്റ ഇരിപ്പിന് കഴിക്കും, പിന്നെയും കഴിക്കും. അതിനനുസരിച്ച് പണിയെടുക്കും, പിന്നെയും കഴിക്കും. വയറെപ്പോഴും ഉള്ളോട്ടിരിക്കും.
അപ്പൊ അത് നമ്മൾ ഒരിക്കലും അത് ശാരീരികമായൊരു ഒരു ഒരു പ്രശ്നമാണ്. നമുക്കൊരു ട്രസ്റ്റിയെ പോലെ ഈ ശരീരത്തെ കൊണ്ടു നടക്കാനല്ലാതെ അതിൽ കവിഞ്ഞ് എൻ്റെ എന്ന് പറയാൻ ആർക്കെങ്കിലും അധികാരമുണ്ടോ? ഉണ്ടെങ്കിൽ പറയുക ഇല്ല. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതിൽ എൻ്റെ എന്ന് പറയാൻ നമുക്ക് എന്ത് അധികാരമാണ്? ഒരു കടലാസിൽ ഒപ്പിട്ടപ്പോ എൻ്റെ ഭാര്യ, വേറൊരു കടലാസിൽ ഒപ്പിട്ടപ്പോ എൻ്റെ മുൻ ഭാര്യ, അല്ലേ? അല്ല, അതെ. ഒരു കടലാസിൽ ഒപ്പിട്ടപ്പോ എൻ്റെ ഭർത്താവ്, നല്ല പേരാ അത്. വേറെ കടലാസിൽ ഒപ്പിട്ടപ്പോ എൻ്റെ മുൻ ഭർത്താവ്, ആണോ അല്ലയോ? എൻ്റെ കുഞ്ഞ്, അതൊക്കെ ഒരു വിശ്വാസമാണ്. സ്വാമി, ഞങ്ങൾക്ക് അവിടെ പോയി IVF ഒക്കെ ചെയ്ത് വന്നപ്പോ കുഞ്ഞുണ്ടായി, സന്തോഷമായി, വളരെ സന്തോഷം. നമ്മളും പ്രോത്സാഹിപ്പിച്ചു, അല്ലാണ്ടെന്താ? അവർ വിചാരിക്കട്ടെ, എന്റെ കുഞ്ഞുങ്ങൾ സന്തോഷം ഉണ്ടാവട്ടെ, അതിൽ കവിഞ്ഞ് എന്താ ഉള്ളത്? ആര് കേട്ടു? പല സ്ഥലത്തും, എല്ലായിടത്തൊന്നും പറയണില്ല, പല സ്ഥലത്തും പ്രസിദ്ധങ്ങളായ കേന്ദ്രങ്ങളുടെ അടുത്ത് ധാരാളം സ്ത്രീകള് ഒന്നിച്ച് താമസിക്കുന്നുണ്ട്. ഉത്തരഭാരതത്തിൽ നിന്നുള്ളവർ ധാരാളം അണ്ടം കൊടുക്കാൻ, ധാരാളം ചെറുപ്പക്കാർ ബീജം കൊടുക്കാനോ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഞാൻ എൻ്റെ കുഞ്ഞേന്നും പറഞ്ഞ് ലാളിക്കുക. ഒരു കൽപ്പന, കൽപ്പനയുടെ മുകളിലേ ഈ ലോകം മുഴുവൻ, അല്ലാണ്ടെന്താ? അപ്പൊ ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക, എൻ്റെ പറഞ്ഞത് എന്തെങ്കിലും അർത്ഥം ഉണ്ടോ എന്നുള്ളത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സംഘത്തിന്റെ നിരർത്ഥകത മനസ്സിലാവും. അതിനാൽ ബന്ധിക്കപ്പെടാതെ ആർക്ക് ജീവിക്കാമോ, ആരെ സംബന്ധിച്ച് സംഘം അപ്രസക്തമായി തീരുമോ, എല്ലാത്തിനെയും സ്നേഹിക്കാം, ഒരു വിരോധമില്ല, സ്നേഹത്തിനൊരു കുറവുമില്ല. പക്ഷെ ഒന്നുകൂടെ സംഘമില്ല. സംഘം വന്നാൽ ബന്ധിക്കപ്പെടും, ഒരു സംശയമില്ല. നോക്കൂ, നമ്മള് ഇവിടുന്ന് കോഴിക്കോട് ടൗൺ വരെ പോകാന്ന് വിചാരിച്ചോളൂ. ബസ്സിലോ കാറിലോ എന്തെങ്കിലും ഒരു വാഹനത്തിൽ എന്തെല്ലാം വഴിയോര കാഴ്ച കാണും? ലഹള കാണും, പരസ്പരം സ്നേഹിക്കുന്നത് കാണും, കച്ചവടങ്ങൾ കാണും, പലതും കാണും. നമുക്ക് കണ്ട് ആസ്വദിച്ചു പോവാം, എല്ലാം നമുക്ക് കണ്ട് ആസ്വദിച്ചു പോവാം. ഇടിയൊക്കെ കണ്ട ഒരു സന്തോഷ, നമ്മളെ ദേഹം വേനയാവാത്ത കാലത്തോളം. അതല്ലേ സിനിമയ്ക്കൊക്കെ ടിക്കറ്റ് എടുത്തിട്ട് പോയിട്ട് ഇടി കാണുന്ന ഒരാൾ, രണ്ടും ഇടി കാണാൻ നമുക്കൊക്കെ ഇഷ്ടം തന്നെയാ, അല്ലേ? പക്ഷെ നമ്മളെ ദേഹം വേനയാവരുത്, അത്രയേ ഉള്ളൂ. പക്ഷേ പ്രശ്നം, ഈ കാഴ്ചകളിൽ ഏതെങ്കിലും ഒന്നിനോട് സംഘം വന്നാലോ? കോഴിക്കോട് എത്തുമോ നമ്മള്? സംഘം വന്നാൽ അവിടെ ഇറങ്ങിയില്ലേ, അവിടെ നിൽക്കേ, അവിടെ അഭിപ്രായം പറയുക, ചിലപ്പോ നമ്മളെ കൊടുക്കുക. ഒരു ബാങ്കിൽ ഒരു കാഷ്യറിന്റെ കയ്യിലൂടെ ഒരു ദിവസം എത്രയോ ലക്ഷം രൂപ കടന്നു പോകുന്നുണ്ട്. വല്ല സംഘമൊക്കെ ഉണ്ടോ? ഇല്ല. കഷ്ടകാലത്തിന് അയാൾക്ക് അതിലൊരു 10,000 രൂപയോട് സംഘം തോന്നിയെന്ന് വിചാരിക്കുക. പണി പോവുക, പണി പാളുക. ഒരു സംഘമില്ലാതെ അയാളെ കയ്യിൽ കൂടെ 10 ലക്ഷം, 50 ലക്ഷം, 1 കോടി, 2 കോടി കടക്കട്ടെ ഒരു ദിവസം, ഒരു കുഴപ്പവും ഇല്ല. സംഘം വന്നാൽ പോയി. നമ്മളെ കയ്യിലൂടെ എത്ര രൂപ വേണമെങ്കിൽ ഇറങ്ങിക്കോട്ടെ, വാങ്ങാൻ കൊടുക്കുക, ഒരു പ്രശ്നമില്ല. അറിയാതെ അതിൽ ഒരു നോട്ടിനോട് സംഘം തോന്നിയാൽ പോയി, അത് നമ്മൾ ബന്ധിക്കപ്പെട്ടു. അപ്പൊ നമ്മളെ ബന്ധിക്കുന്നത് ആരാ? സംഘമാ, വസ്തുവല്ല. ഈശ്വരനിലുള്ള അപാരമായ പ്രേമം കൊണ്ട് ആര് ഈ വക സംഘങ്ങളെ മുഴുവൻ അതിക്രമിക്കുന്നുവോ അയാളെ സംബന്ധിച്ച് സംഘങ്ങളെല്ലാം അപ്രസക്തമായി. അങ്ങനെ ആര് സംഘങ്ങളെ ത്യജിക്കുന്നുവോ അവന് ഉയർന്ന ഭക്തി ഉണ്ടാവും. അപ്പൊ 2 വാക്കാ പറഞ്ഞത് ഇവിടെ. ഒന്ന് വിഷയത്യാഗാത്, 2 സംഘത്യാഗാത്. രണ്ടും പരസ്പരം ബന്ധപ്പെട്ടതാണ്. കാരണം വിഷയത്തെ പോലും വിഷയമാക്കുന്നത് സംഘമാണ്. അല്ലെങ്കിൽ ശബ്ദം അവിടെ ഉണ്ടായിക്കോട്ടെ, സ്പർശം അവിടെ ഉണ്ടായിക്കോട്ടെ, നമുക്കെന്താ, രൂപം ഉണ്ടായിക്കോട്ടെ, രസം ഉണ്ടായിക്കോട്ടെ, ഗന്ധം ഉണ്ടായിക്കോട്ടെ, അതിന് നമ്മൾ എൻ്റെ പറഞ്ഞ് ചേർക്കുമ്പോഴാണ് അത് നമ്മുടെ വിഷയമായി മാറുന്നത്. ഈ സംഘത്തെ ആര് ത്യജിക്കുന്നുവോ അയാൾക്ക് ഉയർന്ന പരമമായ ഭക്തി ഉണ്ടാവുന്നു.
വ്യക്താണല്ലോ, വ്യക്തല്ലേ? അടുത്ത സൂത്രം അവ്യാവൃത ഭജനാത്. പാഠഭേദം അവ്യാവൃത്ത ഭജനാത്. ഒന്നുകൂടി പറയാം, അവ്യാവൃത ഭജനാത് അഥവാ അവ്യാവൃത്ത ഭജനാത്. ഒരിക്കലും വ്യാവൃത്തമാവാത്ത, പിന്തിരിയാത്ത, നിൽക്കാത്ത ഭജനം കൊണ്ട്, നിരന്തര ഭജനം കൊണ്ട്. ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട സൂത്ര. കാരണം നിരന്തര ഭജനം കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അഭിപ്രായം? നിരന്തര ഭജനം, അവ്യാവൃത ഭജനം. ഇപ്പൊ നമ്മളിവിടെ ഭജനം ചെയ്തു, നല്ല ഭജനം ചെയ്തു, ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ഭജനം ചെയ്തു, നല്ല സുഖ. ശരി, അവ്യാവൃതമായി ഭജിക്കാൻ പറ്റുമോ? എത്ര മണിക്കൂർ നിർത്താതെ ഭജിക്കാൻ ചെയ്യാറുണ്ട്? ഒരു സ്വാമി 2 ദിവസമൊക്കെ ആവാം, പിന്നെയോ പറ്റില്ല. പകരം ഒരാൾ ഇരിക്കട്ടെ സ്വാമി, ഞാൻ കുറച്ചു നേരം പോയി ഒന്ന് വിശ്രമിച്ചിട്ട് പിന്നെ ഞാൻ ഭജിച്ചോളാം. അതേപോലെ. അപ്പൊ ഇതിനൊരു അവ്യാവൃത ഭജനം എന്ന് പറയുന്നത് എന്താ അർത്ഥം? ഭജ് സേവായാം എന്നാണ് ധാതു. ഭജ് സേവായാം. ഭജനം എന്ന് പറഞ്ഞാൽ സേവനം. ഒരിക്കലും നിൽക്കാത്ത നിരന്തരമായ സേവനം കൊണ്ട് ശുദ്ധമായ ഭക്തി ഉണ്ടാവാം. എന്തു ചെയ്യുന്നുണ്ടോ അതെല്ലാം ഭഗവാന്റെ പൂജ. അവിടെ ഇന്നതൊക്കെ ഭഗവാന്റെ പൂജ പറഞ്ഞ് ചെയ്യല്ല. യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവ ആരാധന. ഹേ ശംഭോ, ഭഗവാനെ, ശംഭാവയതിഥി ശംഭു, ആനന്ദിപ്പിക്കുന്നവനാണ് ശംഭു, സുഖിപ്പിക്കുന്നവനാണ് ശംഭു. അപ്പൊ പറയുകയാണ് യദ്യത് കർമ്മ കരോമി, എന്തെന്ത് കർമ്മം ഞാൻ ചെയ്യുന്നു, ലൗകികം വൈദികം ഒന്നും വ്യത്യാസമില്ല, അതെല്ലാം നിന്റെ ആരാധനമാണ്. കാരണം ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരീയമായ നിയമക്രമത്തിനനുസൃതമാണ്. ഇവിടുത്തെ ഒരു അണുകണത്തിന്റെ സ്പന്ദനം പോലും ഈശ്വരീയമാണ്. ഈശ്വരീയമല്ലാത്ത ഒന്നുമില്ല. ഈശ്വരീയമല്ലാത്ത ഒന്നുമില്ല. ഒരു അണുകണത്തിന്റെ സ്പന്ദനം പോലും ഈശ്വരീയം. ചിന്തിക്കുക. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിൽ അച്ഛനാകട്ടെ, അമ്മയാകട്ടെ, പുത്രിയാകട്ടെ, പുത്രനാകട്ടെ, പതിയാകട്ടെ, പത്നിയാകട്ടെ, വിദ്യാർത്ഥിയാകട്ടെ, ഏത് തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവനാകട്ടെ, എന്ത് ചെയ്യുന്നുണ്ടോ അതെല്ലാം ഈശ്വരോപാസനയാണ്. മറ്റൊരാളെ കാണിക്കാനല്ല, മേലുദ്യോഗസ്ഥനെ കാണിക്കാനല്ല. നമ്മൾ ചെയ്യുന്നതെല്ലാം ഈ പ്രപഞ്ച മഹാനാടകത്തിലെ വ്യത്യസ്ത ഭാഗങ്ങൾ മാത്രം. അതിന്റെ സംവിധായകനോ ഈശ്വരൻ. എന്തൊരു കാഴ്ചപ്പാടാന്ന് ആലോചിച്ചു. അപ്പൊ സ്വയം വെള്ളം കുടിച്ചാലും ഭക്ഷണം കഴിച്ചാലും അത് ഉപാസനയാണ്. കഷ്ടപ്പെടുന്ന ഒരാൾക്ക് നമ്മളാൽ സേവനം ചെയ്യുന്നത്, ദാഹിക്കുന്ന ഒരാൾക്ക് വെള്ളം കൊടുക്കുന്നത്, വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, ഒരു നല്ല വാക്ക് ഒരാളോട് പറയുന്നത്, ഇന്നതൊന്നില്ല, ആവർത്തിക്കട്ടെ, ഇന്നതൊന്നില്ല, എല്ലാം ഈശ്വര പൂജയാണ്. അന്യനിമേഷം അയാളുടെ വാക്കുകളും പ്രവൃത്തികളും ചിന്തകളും എല്ലാം ഈശ്വര പൂജയാണ്. അല്ലാതെ പ്രത്യേകം ചെയ്യുന്നതല്ല പൂജ. അത് വേണം, തീർച്ചയായിട്ടും വേണം, വേണ്ടാന്ന് പറഞ്ഞില്ല. കാരണം മനുഷ്യനെ സംബന്ധിച്ച് അച്ചടക്കം ഉണ്ടാവാൻ, സാധനയുടെ ഭാഗമായിട്ട് ആന്തരികമായ ക്രമീകരണം വരുത്താനൊക്കെ പൂജകൾ ആവശ്യമാണ്. വേണ്ടെന്നൊരിക്കലും പറഞ്ഞില്ല. എന്നാൽ ഞാൻ ചെയ്യുന്നതെല്ലാം ഭഗവാനെ പൂജിക്കുകയാണ് എന്ന കാഴ്ചപ്പാട് വന്നാൽ ഈശ്വര പൂജയിൽ നിന്ന് ഭിന്നമായിട്ടൊന്നില്ല. അയാൾ പ്രത്യേകം പൂജ ചെയ്യല്ല, അയാൾ പ്രത്യേകം ഭജന ചെയ്യല്ല, കീർത്തനം ചെയ്യല്ല. അല്ല, ഓരോ വാക്കും ഈശ്വരപരമാണ്, ഓരോ ചിന്തയും ഈശ്വരപരമാണ്. അങ്ങനെ വിഷയത്തെ മനസ്സിലാക്കിയാൽ മാത്രമേ അവ്യാവൃത ശബ്ദം യോജിക്കൂ. ഒരിക്കലും പിന്തിരിയാത്ത, നിൽക്കാത്ത ഭജനം. അപ്പൊ ഉറങ്ങണതോ സ്വാമി? ഉറങ്ങണത് ഈശ്വരോപാസനയാണ്. കാരണം ഉറങ്ങിയാലേ പണിയെടുക്കാൻ പറ്റൂ. വിശ്രമം ശ്രമത്തിന്റെ ഭാഗമാണ്, അല്ലേ? വിശ്രമമില്ലാതെ ശ്രമം ചെയ്യാൻ പറ്റും? പറ്റില്ല. അപ്പൊ ഈ യന്ത്രത്തെ ഈശ്വര പൂജയ്ക്ക് സജ്ജമാക്കുന്നതിന് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ ഭഗവാന്റെ ഉപാസനയാണ്. ഈ കാഴ്ചപ്പാടിലാണ് യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോതവാരാധനം. എന്തെന്ത് കർമ്മങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടോ ഹേ ശംഭോ, അതെല്ലാം
അവിടുത്തെ ആരാധനമാണെന്ന് പറയുന്നത്. ഇങ്ങനെ അവ്യാവൃത ഭജനം കൊണ്ടും ഭക്തി ഉണ്ടാവും. അപ്പൊ മൂന്നെണ്ണായി പറഞ്ഞത്. ഒന്ന് വിഷയത്യാഗം, രണ്ട് സംഘത്യാഗം, മൂന്ന് അവ്യാവൃത ഭജനം, നാല് ലോകേപി ഭഗവത് ഗുണശ്രവണ കീർത്തനാത്. ലോകത്തിലും, ലോകത്തിലും എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ലൗകികങ്ങളായ വ്യവഹാരങ്ങളെ ചെയ്ത് കഴിയുന്ന സന്ദർഭത്തിലും ഭഗവത് ഗുണശ്രവണ കീർത്തനാത്, ഭഗവാന്റെ ഗുണങ്ങളെ കുറിച്ച് കേൾക്കുക, പറയുക എന്നുള്ളത് കൊണ്ട് ഭക്തി ഉണ്ടാവും. ഈശ്വര മഹിമയെ കുറിച്ച് കേൾക്കുക, എവിടെ സന്ദർഭം കിട്ടുമോ അവിടെ പോവുക. എവിടുന്നൊക്കെ ഈശ്വരീയമായ വർത്തമാനം നമുക്ക് കേൾക്കാൻ പറ്റുമോ അവിടെയൊക്കെ പോവുക. എവിടെയൊക്കെ ആരോടൊക്കെ പറയാൻ പറ്റുമോ അവരോടൊക്കെ പറയുക. പറയാൻ പറ്റുന്നവരോട് പറഞ്ഞാൽ മതിയേ, അല്ലാച്ചാ പ്രശ്നമാവും ഇല്ലേ. ഇന്നലെ ഒരാളെ ഞാൻ കണ്ടു, ഇന്നലെ സന്ധ്യയ്ക്കാണ്, ഏകദേശം ഈ സമയത്തല്ല, കുറച്ചും കൂടി നേരത്തെയാ, സന്ധ്യാസമയത്ത്. നല്ല പ്രായമായിട്ടുണ്ട്, നല്ല മനുഷ്യൻ, വളരെ ശാന്തൻ. കാഴ്ചക്കൊരു 75 ഉണ്ട് പ്രായം, കാഴ്ചക്ക് അത്രയും പറയാൻ പറ്റും. അപ്പൊ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഷെയർ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ നല്ല സന്തോഷം, ഇനിയിപ്പോ കുറച്ച് അവനവന്റെ ഷെയർ നോക്കാം. അത് വലിയ സന്തോഷമായി. എന്നോട് ആരും ഇത് പറഞ്ഞിട്ടില്ല സ്വാമി. കുറച്ചിനി അവനവന്റെ ഷെയർ നോക്കാനായി. മനസ്സിലായില്ല? ഇതിപ്പോ ആ കമ്പനിയുടെ ഷെയർ, ഈ കമ്പനിയുടെ ഷെയർ, ഇത്ര ഉറുപ്പിക്ക് ഷെയർ വാങ്ങാം, ഇത്ര ഉറുപ്പിക്ക് വെക്കുക, ഇന്ന ആൾക്കാർക്ക് കൊടുക്കുക, ബ്രോക്കിംഗ് ചെയ്യുക, ഒക്കെ നല്ലത് തന്നെയാ, വേണ്ടത് തന്നെയാണ്, വരുമാനം വേണം ആരായാലും. പക്ഷെ കുറച്ചിനി അവനവന്റെ ഷെയർ കൂടി നോക്കാം. മുഴുവൻ നിങ്ങൾ കമ്പനിയുടെ ഷെയർ നോക്കേണ്ട സമയം കഴിഞ്ഞു. കാരണം അറിയാമല്ലോ, 75 കഴിഞ്ഞു പറഞ്ഞാൽ നമ്മളൊരു മുക്കാലായില്ലേ. എന്തായാലും 100 വയസ്സ് പരമായുസ് കിട്ടിയാൽ തന്നെ മുക്കാലായില്ലേ. അപ്പൊ ഇനി കുറച്ച് നമ്മളുടെ ഷെയർ നോക്കണ്ടേ. അഗ്നേനയ സുപധാരായേ, അല്ലെ അഗ്നി ഭഗവാനെ എന്നെ നല്ല വഴിക്ക് നയിക്കണേ. എന്തിന്? കർമ്മഫലാനുഭവത്തിന്. അസ്മാൻ വിശ്വാനി ദേവവയുനാനി വിദ്വാൻ, നമ്മുടെ എല്ലാ ലോകങ്ങളെയും നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് അഗ്നിയോട് ചോദിക്കുക. അപ്പൊ അങ്ങനെ പറയാൻ പറ്റണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലോകം വേണ്ട ഇവിടെ. എന്റെ എല്ലാ കർമ്മവും നിനക്ക് അറിയാലോ എന്ന് പറയണമെങ്കിൽ കർമ്മം വേണ്ടേ? വേണം. അല്ലാണ്ട് വെറുതെ തട്ടിപ്പ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഭഗവാനെ ഞാൻ ഒരുപാട് സൽക്കർമ്മം ചെയ്തില്ലേ, ഞാൻ എത്ര മന്ത്രോപാസന ചെയ്തു, എത്ര സൽക്കർമ്മങ്ങൾ ചെയ്തു എന്ന് അഗ്നിയോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അഗ്നിക്ക് അറിയില്ലേ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, സ്വാമിജി അന്ന് സ്വാമി എന്നോട് പ്രാണോപാസനയെ കുറിച്ച് പറഞ്ഞു തന്നില്ലേ, അത് മുറുകെ പിടിച്ചാൽ ഞാൻ ജീവിക്കണം. അപ്പൊ ഞാൻ അയാൾ ആദ്യമായിട്ട് കാണുക. പിന്നെ എന്തിനപ്പോ ഇല്ലാന്ന് പറയുന്നത്? പിന്നെ ഉറപ്പല്ലേ തോന്നുന്നത്, അല്ലാണ്ട് എന്താ പറയാ, ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അയാളെ. എന്തോ കൽപ്പന. ഒന്നുകിൽ ആൾ മാറിയതാ പാവം, വേറെ ഏതോ ഒരു സ്വാമി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ആ സ്വാമി ചിദാനന്ദ സ്വാമി എന്ന് അയാൾ വിചാരിച്ചിട്ടുണ്ടാവും, എല്ലായിരിക്കാം. അല്ലെങ്കിൽ വെറുതെ പടയി പറഞ്ഞാവും. രണ്ടായാലും തിരക്കേടൊന്നുമില്ല. എന്തിനാ അയാളെ വെറുതെ നിരാശനാക്കണേ? അപ്പൊ നന്നായി ചെയ്തോളൂ കേട്ടോ. അതുപോലെ അഗ്നിയോട് പറയാൻ പറ്റുമോ? അഗ്നി പറയില്ലേ, നീ എന്താണ് നല്ല ചെയ്തത്. അതുകൊണ്ടാ പറഞ്ഞ കുറച്ച് നമ്മുടെ ഷെയർ നീ നോക്കണം. അപ്പൊ ലോകത്തിൽ ലൗകികങ്ങളായ കർത്തവ്യങ്ങളെ ചെയ്തുകൊണ്ട്, തീർത്തും ലൗകികങ്ങളായ വ്യാപാരങ്ങളെ ചെയ്തുകൊണ്ട് കഴിയുമ്പോൾ തന്നെ ഭഗവത് ഗുണശ്രവണ കീർത്തനം ചെയ്യണം. ഭഗവാന്റെ ഗുണഗണങ്ങളെ കേൾക്കുക, ഈശ്വരീയമായ മഹിമയെ കുറിച്ച് കേൾക്കുക. പോരാ, അതിനെ കീർത്തിക്കുക. ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സാധിക്കും. അതത് കാലത്ത് വികസിക്കുന്ന ശാസ്ത്രത്തിന്റെ സഹായം സ്വീകരിച്ചാൽ മതി. അതിന് അനാട്ടമി വേണമെന്നോ അല്ലെങ്കിൽ ഫിസിയോളജി വേണമെന്നോ ഒന്നും പറയുന്നില്ല. ഏതും ആവാം. ഏത് ശാസ്ത്രശാഖയിൽ പോയി കഴിഞ്ഞാലും ഈശ്വര മഹിമയാണ് നമുക്ക് കാണാൻ കഴിയും. ഏത് ശാസ്ത്രം അനുസരിച്ച് ചിന്തിച്ചാലും ഈശ്വര മഹിമയാണ് നമുക്ക് കാണാൻ കഴിയുക. അത് പങ്കുവയ്ക്കുക, അത് പങ്കുവയ്ക്കുക. ആർക്കും സാധിക്കും.
എന്നാലോചിച്ച് നോക്കൂ. നമ്മൾ വീട്ടിൽ ഓരോ വസ്തുവുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ വായുവിൻ്റെ, ജലത്തിൻ്റെ എല്ലാ മഹിമയും നമുക്ക് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തൂടെ? വൈദ്യുതിയുടെ ഉപയോഗം, വൈദ്യുതിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം. അതെങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു കൊടുക്കാം. അതെങ്ങനെ അവിടെ എത്തുന്നു എന്ന് പറഞ്ഞു കൊടുക്കാം. അത് ശരിക്കും കുട്ടികൾക്ക് ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുത്താൽ അവരുടെ വൈദ്യുതി ദുരുപയോഗം പിന്നെ ഉണ്ടാവില്ല. വെള്ളം അനാവശ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നവരുണ്ട്. എത്ര വിലപിടിപ്പുള്ളതാ വെള്ളം, അതിന്റെ മൂല്യം എത്ര ഈശ്വരീയമാണ് ജലം. അത് സ്വയം മനസ്സിലാക്കുക, മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക. അല്ലാണ്ട് ഈശ്വര മഹിമ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറെ കഥ മാത്രം പറഞ്ഞു കൊടുക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ ഓരോ വ്യവഹാരത്തിലും ഈശ്വരീയമായ ഭാവം ഉറപ്പിക്കുക. ഇങ്ങനെ ലോകത്തിൽ വിവിധങ്ങളായ ഉത്തരവാദിത്തങ്ങളെ നിർവഹിച്ചുകൊണ്ട് കഴിയുമ്പോഴും ഭഗവാന്റെ ഗുണങ്ങളെക്കുറിച്ച് കേൾക്കുക, ഭഗവാന്റെ ഗുണമഹിമയെക്കുറിച്ച് പറയുക. വെറുതെ സമയം നശിപ്പിക്കരുത്. എപ്പോഴാ കാറ്റ് പോകാൻ നമുക്ക് ആർക്കും പറയാൻ വയ്യ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇത്ര മണിക്ക് എന്റെ കാറ്റ് പോകുന്നുള്ളത്? ഇല്ല. പോകുന്ന എല്ലാവർക്കും ഉറപ്പാണ്. പോണതിന് മുമ്പ് നല്ല കാര്യം പറയുക, പോകുന്നതിന് മുമ്പ് നല്ല കാര്യം കേൾക്കുക. എന്നാ കൃതാർത്ഥമായിട്ട് ജീവിക്കുക, സന്തോഷമായിട്ട് ഇരിക്കുക, സന്തോഷമായിട്ട് പോവുകയും ചെയ്യുക. ഇല്ലെങ്കിൽ ഇരിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവില്ല, പോകുമ്പോൾ സന്തോഷം ഉണ്ടാവില്ല. ചിന്തിക്കുക. കാരണം ആനന്ദ സ്വരൂപന്റെ വിഷയങ്ങൾ കേൾക്കുകയും പറയുകയും ചെയ്യുമ്പോൾ അത് ആനന്ദമാണ്. അപ്പോ ഞാൻ ലോകത്തിലാണ്, എനിക്ക് ആ ഡ്യൂട്ടിയുണ്ട്, ഈ ഡ്യൂട്ടിയുണ്ട്, അത് എടോ നീ എന്ത് പണി വേണമെങ്കിൽ ചെയ്യുക, അത് നന്നായി ചെയ്യുക. അതിൽ ഈശ്വരനെ കാണാം. നൃത്തത്തിൽ ഈശ്വരനെ കാണാം, ഗാനത്തിൽ ഈശ്വരനെ കാണാം, ഏത് പ്രവൃത്തിയിലും. അധ്യാപനത്തിൽ ഈശ്വരനെ കാണാം, പൂജയിൽ ഈശ്വരനെ കാണാം, പാചകം ചെയ്യുന്നതിൽ ഈശ്വരനെ കാണാം, പറമ്പ് കിളയ്ക്കുന്നുണ്ടെങ്കിൽ അതിൽ ഈശ്വരനെ കാണാം. ഏത് ജോലി ചെയ്യുമ്പോഴും അതിലെല്ലാം ഈശ്വര മഹിമയാണ്. ഇതെന്തൊരു അത്ഭുതം അത് എന്ന മട്ടിൽ ഒന്ന് കാണൂ, ഇത് ആ മട്ടിൽ ഒന്ന് പറയൂ. നമ്മുടെ അന്ധകരണമാണ് ശുദ്ധായി വരിക. അപ്പൊ ശത്രുക്കൾ തന്നെ ഇല്ലാണ്ടാവും. അവരുടെ ശത്രുത്വം ഉണ്ടാവില്ല. വിഷയാധിഷ്ഠിതമായിട്ട് ആരെയും സമീപിക്കാൻ പറ്റും. വിഷയാധിഷ്ഠിതമായിട്ട് ആരെയും സമീപിക്കാം. ആശയപരമായിട്ട് നമുക്ക് വിഭിന്നത ഉണ്ടാവും, വിഭിന്നത വേണം. പക്ഷെ ആരോട് ശത്രുത്വം ഉണ്ടാവില്ല. ആശയ വിഭിന്നത പോലും ഈശ്വരീയമാണ്, അല്ലേ? കാരണം നീ ചിന്തിക്കുന്നുണ്ടല്ലേ നിനക്ക് ആശയവിരുദ്ധത ഉണ്ടാവുന്നേ. ഇന്നത്തെ ലോകത്തിന്റെ പ്രധാന കുഴപ്പതാ. ആശയ ഭിന്നത ഉള്ളവർ അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതെങ്ങനെ? കഴിഞ്ഞ ദിവസം ഒരു നേരം പോക്കുണ്ടായി. നമ്മളൊരു യാത്രയിലാണ്. അപ്പൊ യാത്രയിൽ പോണ സമയത്ത് ഞങ്ങള് ശ്രീ അദ്ദേഹം MM അക്ബർ ഞങ്ങൾ കണ്ടുമുട്ടി വർത്തമാനം പറഞ്ഞ് സന്തോഷമായി ഒന്നിച്ച് നടന്ന് അങ്ങനെ വേറെ സ്ഥലത്തെത്തി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറെ സമയമുണ്ട് അടുത്ത ഫ്ലൈറ്റിന് പോവാൻ. അപ്പൊ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഓരോ കട്ടൻ ചായ കുടിക്കുകയാണ്. അപ്പൊ അദ്ദേഹം അങ്ങോട്ട് പോയ തക്കത്തിന് ഒരാളിനാണ് സ്വാമി വേറോട് സംസാരിച്ചിരുന്ന ആൾ ഓരോന്നറിയോ? ആരാ അയാൾ ആളും വല്ലാത്തൊരാളാണ്. അതെയോ? അതിനെന്ത് വേണം? അയാൾ പീസ് സ്കൂളിന്റെ ഒക്കെ ആളാണ്. അയാളെ സെൻട്രൽ ഗവൺമെന്റ് കേസ് എടുത്ത് ഓർമ്മയില്ലേ സ്വാമിക്ക്? സെൻട്രൽ ഗവൺമെന്റ് പണി. എനിക്ക് ആശയപരമായി അങ്ങേയറ്റം ഭിന്നതയിൽ നിൽക്കുമ്പോഴും വ്യക്തിപരമായി നമുക്ക് എന്തിനാ വിരോധം? ആരോട് വിരോധിക്കാൻ? ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണ്ട. നമുക്ക് നമ്മുടേതായ രാഷ്ട്രീയം ഉണ്ടാവും, നമ്മുടേതായ മതം ഉണ്ടാവും, നമ്മുടേതായ സമുദായം ഉണ്ടാവും, നമ്മുടേതായ ചിന്തകൾ ഉണ്ടാവും. ഒക്കെ ഇരിക്കട്ടെ, എല്ലാവരും അതായിക്കോളണം നമുക്ക് പറയാൻ പറ്റുമോ? അതിൻ്റെതായ രീതിയിൽ ഭിന്നതയും ഏകതയും അംഗീകരിക്കാൻ കഴിയണം. പക്ഷെ വ്യക്തിയോട് നമുക്കെന്തിനാ വിരോധം? ആരോടെങ്കിലും വിരോധമുണ്ട്? ഇതായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാട്. ഒരു സംവാദ സ്ഥലത്ത് ഒരാള് പറഞ്ഞു, എൻ്റെ എതിർ സംവാദകനായ ചിദാനന്ദ ഗുരുസ്വാമി. ഞാൻ അപ്പ പറഞ്ഞു, എതിര് ഞാനില്ല, നമ്മൾ രണ്ടും സംവാദകന്മാരാ. നമ്മൾ രണ്ട് എതിർന്ന് പറയത് എന്തിനാ എതിർന്ന് പറഞ്ഞു? അങ്ങനെ ആദ്യം ബ്രാൻഡ് ചെയ്യുക ഇയാൾ എതിരാണെന്ന്. ഇതിനതിൻ്റെ ആവശ്യം? അതൊരു വികലമായ വീക്ഷണമാണ്.
അപ്പൊ ഏതൊരു വിഷയം നോക്കിയാലും അതിൽ ഈശ്വരീയ മഹിമ നമുക്ക് കാണാൻ പറ്റും. ഒന്നും ഈശ്വരീയമല്ലാത്തതില്ല. അതുകൊണ്ട് നമ്മൾ ചാർവാകനെ പോലും മഹർഷിയായിട്ട് മാനിച്ചില്ലേ? ഒന്ന് ഓർത്തു നോക്കൂ. ചാർവാകന് ഈശ്വര നിഷേധം ചെയ്താളെ മഹർഷിയായിട്ട് വാഴ്ത്തിയ ഒരു ദർശനം വേറെ എവിടെങ്കിലും കാണുമോ? ഏതെങ്കിലും മതത്തിന് ചിന്തിക്കാൻ പറ്റുമോ ഇത്? തല്ലിക്കൊല്ലെന്ന് പറയേണ്ടതുണ്ട്. ചിന്തിക്കുക. ചാർവാകനെ നമ്മൾ മഹർഷിയായിട്ട് പൂജിച്ചു. അതുകൊണ്ട് എല്ലാത്തിലും ഈശ്വരീയ മഹിമയെ കാണും. ഇതെങ്ങനെയാ ഇതിൻ്റെ ഒരു വ്യത്യാസം ചോദിച്ചാ, നിങ്ങളൊക്കെ പലരും അറിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ പലരും കേട്ടിട്ടുണ്ടാവും പരം പൂജ്യ പ്രകാശാനന്ദ സ്വാമികളെ കുറിച്ചും. ഭഗവത്ഗീതയ്ക്ക് വളരെ നല്ല വ്യാഖ്യാനം മലയാളത്തിൽ എഴുതിയൊരു മഹാത്മാവാണ്. ഇപ്പൊ സ്വാമിജിയുടെ അവസാന കാലത്ത് ശരീരത്തിന് പല വ്യാധികളും ഉണ്ടായി. അങ്ങനെ രാമകൃഷ്ണ മഠത്തിലായിരുന്നു അവസാന കാലത്ത് വിശ്രമിച്ചിരുന്നത്. ഇവിടെയൊക്കെ താമസിച്ചിട്ടുണ്ട്. കോഴിക്കോട് ഒരുപാട് താമസിച്ച മഹാനാണ്. കോഴിക്കോട് ഫറൂഖിന്റെ അടുത്ത് താമസിച്ചിട്ടുണ്ട് സ്വാമി. ഇരിക്കട്ടെ. അപ്പോ സ്വാമിജിയെ ശുശ്രൂഷിക്കാൻ ഒരു ബ്രഹ്മചാരിക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ ബ്രഹ്മചാരി എന്തോ തെറ്റ് ചെയ്തപ്പോ സ്വാമി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വഴക്ക് പറയാൻ തുടങ്ങി. വഴക്കെന്ന് പറഞ്ഞാൽ നല്ല 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 മൂർച്ചയുള്ള വഴക്കാണ്. കുറെ കഴിഞ്ഞപ്പോ ഈ ബ്രഹ്മചാരി കരഞ്ഞു. ഉടനെ സ്വാമി കെട്ടിപ്പിടിച്ച്, മോനെ നീ എന്തിനാ വിഷമിക്കുന്നേ? നിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? നീ എന്തിനാ മോനെ വിഷമിക്കുന്നേ? നിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? നിന്റെ ചെയ്തിയല്ലേ ഞാൻ പറഞ്ഞു. തോട്ടങ്ങേല രണ്ടാമതും മനസ്സിലായില്ല. നിന്റെ ചെയ്തിയല്ലേ ഞാൻ പറഞ്ഞു. ആ ചെയ്തിയെ ഞാൻ വഴക്ക് പറഞ്ഞു. നിന്നെ ഞാൻ വല്ലതും പറഞ്ഞു. എന്നിട്ട് ആദ്യം പറഞ്ഞതിനേക്കാൾ അധികം തെറി തുടങ്ങി. ഇത് പലപ്പോഴും നമുക്ക് വേർതിരിച്ച് കാണാൻ കഴിയില്ല. കാരണം നമ്മൾ ചെയ്തിയെയും ചെയ്തവനെയും ഒന്നായി ചേർക്കും. അപ്പോഴാണ് ഈ വിരോധമൊക്കെ വരുന്നത്, ശത്രുത്വമൊക്കെ വരുന്നത്. ഇതിന്റെ ആവശ്യം എന്താ? ചിന്തിച്ചു നോക്കൂ. വേണ്ടത് സ്വീകരിച്ചോളൂ, വേണ്ടാത്ത തള്ളിക്കോളൂ. മഹാവിഡിത്ത അയാൾ പറയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സന്തോഷം, തള്ളിക്കളയാം. അപ്പോ പറയാൻ ഇത്രയേ ഉള്ളൂ. ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് എന്തെന്ത് കാണുന്നുണ്ടോ, എന്തെന്ത് കേൾക്കുന്നുണ്ടോ, അതിലെല്ലാം ഈശ്വരീയ മഹിമ നമുക്ക് കാണാൻ കഴിയും. ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും അതിനെ അറിയിക്കാൻ കഴിയും. അങ്ങനെ അറിഞ്ഞും അറിയിച്ചും കഴിയുന്നതിലൂടെ ഭക്തി വളരാം. എന്നാൽ ഇതൊക്കെയാണോ മുഖ്യമായ സാധനം? ഇതൊന്നുമല്ല. ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു സാധനം വേറെ ഉണ്ട്. അതെന്താ? അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. മുഖ്യതസ്തു, മുഖ്യമായിട്ട് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. ഇന്ന് സംശയമൊന്നും വേണ്ട, നമ്മൾ സംഹരിക്കുകയാണ്. സന്തോഷം. ഓം ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.